First lesson, resources. All of you please listen me. Mona and Raju were helping Amma to clean their house. Look at all these things. Clothes, utensils, food grains, combs, this bottle of honey, books. Each of these has a use, said Mona. That is why they are important, said Amma. These are resources. What is a resource? Was Raju's question to Amma. Anything that can be used to satisfy a need is a resource, replied Amma. Look around you and observe. You will be able to identify many types of resources. The water you drink when you are thirsty, the electricity you use in your house, the rickshaw you use to get home from school, the textbook you use to study, all are resources. Your father has prepared a tasty snack for you. The fresh vegetables he has used are also a resource. Huh? Have you heard about resources? What is the meaning of resources? The resource no nale. What is the meaning of resource? We have heard about natural resources. Did you hear? Natural resources. The parayane Mona and Raju were helping to Amma to clean their house. അതായത് മോനും രാജുവും കൂടെ അമ്മേനെ സഹായിക്കുകയാണ് clean to their house. അവരുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി. Look all these things. ഇപ്പൊ കുറെ സാധനങ്ങൾ കണ്ടു. എന്തൊക്കെ കണ്ടു? Clothes, utensils, food grains, combs, then bottle of honey, etc. At that time, each of these has used, said Mona. അമ്മ പറഞ്ഞു ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലേ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ദാറ്റ് ഈസ് വൈ ദേ ആർ ഇമ്പോർട്ടന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട്, അതായത് ബുക്സും യൂട്ടൻസിൽസും ക്ലോത്ത്സും കോംസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ലൈഫ്. ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങളാണ്. ദീസ് ആർ റിസോഴ്സസ്. ഈ സാധനങ്ങളൊക്കെ എന്താണ്? റിസോഴ്സസ് ആണ് എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ ഈ കാണുന്ന ചുറ്റും കാണുന്ന നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇത് റിസോഴ്സസ് ആണ് എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ നമ്മുടെ മോനുവിന് അല്ലെങ്കിൽ രാജുവിന് നമ്മുടെ രാജുവിന് ഒരു സംശയം. എന്താ? വാട്ട് ഈസ് റിസോഴ്സസ്? എന്താ അമ്മയെ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് എന്ന് അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞത് ഇത്രയാണ്, മോനെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ കാണുന്ന ഈ സാധനങ്ങൾ നമ്മുടെ കോംസ്, ബുക്സ്, then the utensils, food grains, these are resources. These are very important എന്ന് അമ്മ പറഞ്ഞപ്പോ മോൻ ചോദിക്കാണ്, അമ്മ വാട്ട് ഈസ് റിസോഴ്സസ്? എന്താണ് അമ്മേ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? അപ്പൊ അമ്മ പറയാം, അമ്മയുടെ റിപ്ലൈ ഇതാണ്, look around you and observe. You will be able to identify many types of resources. എന്താ പറഞ്ഞേ? ഇതിന്റെ ചുറ്റും നോക്കുക അല്ലെ, ഇതിന്റെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് പല സാധനങ്ങൾ കാണാൻ പറ്റും അല്ലെ. You will be able to identify many types of resources. ഇതിന്റെ ചുറ്റുമുള്ള സാധനങ്ങളെ നീ നിരീക്ഷിക്കുമ്പോൾ, when you are observing the things around you, you can see different resources in our surroundings. അമ്മ പറഞ്ഞേ, നിന്റെ ചുറ്റുമുള്ള സാധനങ്ങളെ നീ നിരീക്ഷിക്കുക, അപ്പൊ നിനക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള റിസോഴ്സസ് നിനക്ക് കാണാൻ പറ്റും അല്ലെ. വാട്ടർ യു ഡ്രിങ്ക് വെൻ യു ആർ തേഴ്സ്റ്റി അല്ലെ. വി ഡ്രിങ്ക് വാട്ടർ വെൻ വി ആർ തേഴ്സ്റ്റി. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. വെൻ വി ആർ ഹംഗ്രി, വെൻ വി ഫീൽ ഹംഗ്രി വി ഈറ്റ് ഫുഡ് അല്ലെ. അപ്പൊ അമ്മ പറഞ്ഞത് ഇത്രയാണ്. എന്താ പറഞ്ഞ അമ്മ? നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് കാണാൻ പറ്റും അല്ലെ എന്ന് അമ്മ പറഞ്ഞു. വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളെ നമ്മൾ റിസോഴ്സസ് എന്ന് പറയാം. When you drink water when you are thirsty, the electricity you use in your house, നമ്മുടെ വീട്ടിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. The rickshaw you use to get home from school, നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നു? റിക്ഷ ഉപയോഗിക്കുന്നു അല്ലെ. The textbook you
യൂസ് ടു സ്റ്റഡി ആർ ഓൾ റിസോഴ്സസ്. നിങ്ങൾ ഈ റിസോഴ്സിനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നു അല്ലെ. യുവർ ഫാദർ ഹാസ് പ്രിപ്പയർഡ് എ ടേസ്റ്റി സ്നാക്ക് ഫോർ യു. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നു? നല്ല ടേസ്റ്റി ആയ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ദ ഫ്രഷ് വെജിറ്റബിൾസ് ഹി ഹാസ് യൂസ്ഡ് ആർ ഓൾസോ എ റിസോഴ്സ്. ഇതൊക്കെ നമ്മൾ എന്താണ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, റിസോഴ്സ് എന്ന് പറയാ. മനസ്സിലായോ? എന്താ റിസോഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ, ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ, നമുക്ക് ചുറ്റും കാണുന്ന ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങളെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയാം. വെൻ വി ഫീൽ thirsty we drink water. When we feel hungry we eat food. When we use electricity, അല്ലെ, that is another resource. Clear? These are resources. Next paragraph. Water, electricity, rickshaw, vegetable and textbook have something in common. They have all been used by you, so they have utility. Utility or usability in is what makes an object or substance a resource. എന്താ പറഞ്ഞേ? വാട്ടർ, വെള്ളം, ഇലക്ട്രിസിറ്റി, കറണ്ട്, റിക്ഷ, വെജിറ്റബിൾ, ടെക്സ്റ്റ് ബുക്ക് ഹാവ് സംതിങ് ഇൻ കോമൺ. ഇതൊക്കെ എന്താണ്? കോമൺ ആയിട്ടുള്ളതാണ് അല്ലെ. ഇലക്ട്രിസിറ്റി, റിക്ഷ, വെജിറ്റബിൾ, ടെക്സ്റ്റ് ബുക്ക്, വാട്ടർ, ദീസ് ആർ ഇൻ കോമൺ. They have all been used by you. ഇതൊക്കെ ആരാ യൂസ് ചെയ്യുന്നത്? നമ്മളാണ് അല്ലെ. നമ്മൾ യൂസ് ചെയ്താണ്. ഇതിന് നമ്മൾ സോ ദേ ഹാവ് യൂട്ടിലിറ്റി. അതെന്തുകൊണ്ടത്? ഇതപ്പം നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു, ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു, ആവശ്യത്തിന് വെജിറ്റബിൾ ഉപയോഗിക്കുന്നു, ഒക്കെ നമ്മൾ തനിയെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും? ദേ ഹാവ് യൂട്ടിലിറ്റി. അത് നിങ്ങൾക്ക് എന്താണ്? യൂട്ടിലിറ്റി ആണ് അല്ലേ. അത് നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൂടെ? യെസ്. യൂട്ടിലിറ്റി ഓർ യൂസബിലിറ്റി ഈസ് വാട്ട് മേക്സ് ആൻ ഒബ്ജക്ട് ഓർ സബ്സ്റ്റാൻസ് എ റിസോഴ്സ്. അപ്പൊ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് പറയാ? റിസോഴ്സ് എന്ന് പറയാം. Utility or usability is what makes an object or substance that is known as resource. Clear? നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയാ? യൂസബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആയി ഉപയോഗിക്കുന്നതിനെ നമ്മൾ റിസോഴ്സ് എന്ന് പറയാം. ഇനി how does something become a resource? എങ്ങനെയാ ഒരു സാധനം റിസോഴ്സ് ആവുക? How does something become a resource? Raju now wanted to know. Amma told the children that things become resources only when they have a value. Its use or utility gives it a value. All resources have some values that Amma. അപ്പം രാജുവിന് ഒരു സംശയം. എന്താ പറഞ്ഞേ? How does something become a resource? എങ്ങനെ ഒരു സാധനം റിസോഴ്സ് ആയി മാറും? എങ്ങനെയാ മാറുക? അതാണ് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി അല്ലെ, അല്ലെങ്കിൽ വാല്യൂ. ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടാവുമ്പോഴാണ് ആ സാധനം റിസോഴ്സ് ആയി മാറുക അല്ലെ. അപ്പൊ നമുക്കറിയാം കറണ്ട്, ഇലക്ട്രിസിറ്റി ഡെയിലി ഉണ്ടായിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് കറണ്ട് ഇല്ല. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേട്ടെ. എ ഡേ വിത്തൗട്ട് ഇലക്ട്രിസിറ്റി. പ്ലീസ് ഇമാജിൻ അബൌട്ട് ദാറ്റ്. എന്താ അന്ന് എന്തില്ല? വെള്ളം ഉണ്ടാവില്ല. ബാത്റൂമിൽ പോണെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. കറിക്കരക്കണമെങ്കിൽ മിക്സി ഉണ്ടാവില്ല അല്ലെ. ഒന്ന് ബോറടി മാറ്റണമെങ്കിൽ TV ഉണ്ടാവില്ല. വൈഫൈ എടുക്കണമെങ്കിൽ നെറ്റ് ഇല്ല അല്ലെ. ഫോണിൽ ചാർജ് ഇല്ല. ഒരു ദിവസം കറണ്ട് ഇല്ലാതിരിക്കുമ്പോൾ അവസ്ഥ ഇതൊക്കെ അല്ലേ ഫെയ്ത്തെ? സത്യല്ലേ? അന്ന് അമ്മ പറയും, മോനെ ഇന്ന് തോരൻ കൂട്ടി ചോറുണ്ടോ? കറി വെക്കാൻ കറണ്ട് ഇല്ല. എന്തിനാ കറി വെക്കാൻ കറണ്ട്? കറിക്കരക്കണമെങ്കിൽ മിക്സി വേണം അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വാല്യുബിൾ റിസോഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രിസിറ്റി എന്നുള്ള സാധനം, ഒരു സാധനം റിസോഴ്സ് ആയി മാറുന്നത് അതിന് വാല്യൂ ഉണ്ടാവുമ്പോഴാണ്. അതിന് നല്ല അതിൻ്റെതായ വില ഉണ്ടാവുമ്പോൾ, വാല്യൂ ഉണ്ടാവുമ്പോഴാണ് ഒരു സാധനം, ഏതെങ്കിലും ഒരു സാധനം റിസോഴ്സ് ആയി മാറുന്നത്. മനസ്സിലായോ? ഇപ്പം വെള്ളം ഡെയിലി നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ എത്തി, ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കിട്ടിയില്ല, നമുക്ക് വി ആർ ടേസ്റ്റി വെരി വെൽ, നമുക്ക് വളരെയധികം ദാഹം അനുഭവപ്പെടുക, ഇവിടുന്ന് വെള്ളം കിട്ടാനില്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കാം? കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ വിചാരിക്കോ? അപ്പോഴാണ് അതിൻ്റെതായ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ഒരു സാധനത്തിന്, ഏതെങ്കിലും ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടാവുമ്പോഴാണ് അതെന്തായി മാറുക? റിസോഴ്സ് ആയി മാറുന്നത്. മനസ്സിലായോ?
How does something become a resource? എങ്ങനെ? Only when they have a value. The resource become something become a resource when they have a value. അതിന് സ്വന്തമായിട്ട് അതിൻ്റെതായ വില ഉണ്ടാവുമ്പോഴാണ് അല്ലേ? Yes. It is used or utility gives it a value. All resources have some value. അമ്മ പറഞ്ഞു എന്താ? എല്ലാ റിസോഴ്സിനും എന്തുണ്ട്? വാല്യൂ ഉണ്ട് അല്ലെ? എല്ലാ റിസോഴ്സിനും വാല്യൂ ഉണ്ട് എന്ന് അമ്മ പറഞ്ഞു. Value means worth. Some resources have economic value, some do not. For example, metals may have an economic value. A beautiful landscape may not. But both are important and satisfy human needs. Value means worth. Value എന്ന് പറഞ്ഞാൽ എന്താ? Worth. Value means worth. Some resources have economic value. നമുക്കറിയാം ചില സാധനങ്ങൾക്ക് എന്താ? സാമ്പത്തികമായിരിക്കും വില ഉണ്ടാവുക അല്ലെ? എക്കണോമിക് വാല്യൂ ആയിരിക്കും. ചിലതിന് അത് ഉണ്ടാവോ? എല്ലാ സാധനങ്ങൾക്കും ഇക്കണോമിക് വാല്യൂ ഉണ്ടാവോ മക്കളെ? ഇല്ല. സം റിസോഴ്സസ് ഹാവ് ഇക്കണോമിക് വാല്യൂസ്, അതേഴ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇസ്ന്റ് ഇറ്റ്? ആണോ? എല്ലാ സാധനങ്ങൾക്കും ഇക്കണോമിക് വാല്യൂ ആണോ? ഗോൾഡ് അത് എന്ത് വാല്യൂ ഉള്ളത്? ഇക്കണോമിക് വാല്യൂ ആണ് അല്ലേ? അല്ലേ? അപ്പൊ സം resources have economic values, other things do not like that. Clear? Yes. Then for example, metal may have an economic value. Metal ne economic value undu. A beautiful landscape may not. Metal ne economic value undengil landscape ne beautiful landscape ne endilla economic value illa. But both are important and satisfy human beings. നമുക്കറിയാം രണ്ട് സാധനങ്ങളും നമ്മുടെ മനുഷ്യന്മാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. പക്ഷേ മെറ്റലിന് ഇക്കണോമിക് വാല്യൂ ഉണ്ട്. At that time landscape may not like that. Clear? Some resources can become economically valuable with time. Your grandmother's home remedies have no commercial value today, but if they are patented and sold by a medical firm tomorrow, they could become economically valuable. എന്താ പറഞ്ഞേ? ആ പാരഗ്രാഫിന്റെ മീനിങ് എന്താ? എന്താ മോനെ ശ്രീദേവേ ലാസ്റ്റ് പാരഗ്രാഫിന്റെ മീനിങ്? ഇവിടെ പറയാണ് സം റിസോഴ്സസ് ക്യാൻ ബിക്കം ഇക്കണോമിക്കലി വാല്യുബിൾ വിത്ത് ടൈം. ചില സാധനങ്ങൾക്ക് ടൈമിനനുസരിച്ചായിരിക്കും വാല്യുബിൾ. അതാണ് പറഞ്ഞത്. യുവർ ഗ്രാൻഡ് മദേഴ്സ് ഹോം റെമഡീസ് ഹാവ് നോ കൊമേഴ്സ്യൽ വാല്യൂ ടുഡേ. നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സിന് റെമഡീസ് ഹാവ് നോ കൊമേഴ്ഷ്യൽ വാല്യൂ ടുഡേ. ഇന്നത്തെ അത് കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ല. പക്ഷേ ബട്ട് ഇഫ് ദേ ആർ പാറ്റന്റഡ് ആൻഡ് സോൾഡ് ബൈ എ മെഡിക്കൽ ഫേം ടുമോറോ they could become economically valuable. ആ ഒരു സാധനത്തിന് എക്കണോമിക്കലി വാല്യബിൾ അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ബട്ട് ദേ ആർ പാറ്റന്റഡ് ആൻഡ് സോൾഡ് ബൈ മെഡിക്കൽ ഫോം ടുമോറോ. അപ്പൊ അതിനെന്തായി മാറി? കൊമേഴ്ഷ്യൽ വാല്യൂ വന്നു. ഏതൊരു സത്രേ ഉള്ളൂ, ഏതൊരു സാധനവും സംതിങ് ഇഫ് എ സംതിങ് ഈസ് ബിക്കം വാല്യബിൾ. എങ്ങനെ? ബിക്കം എ റിസോഴ്സ് വെൻ ദേ ഹാവ് വാല്യൂ. അതിന് എന്തുണ്ടാവുമ്പോഴാ? ഒരു സാധനത്തിന് വാല്യൂ ഉണ്ടാവുമ്പോഴാണ് ആ സാധനം റിസോഴ്സ് ആയി മാറുന്നത്. മനസ്സിലായോ? എന്താ പാറ്റന്റ് എന്ന് പറഞ്ഞാല്? പാറ്റന്റ് എന്ന് പറഞ്ഞാല് the exclusive right over any idea or invention. Exclusive right over any idea or invention. അതിനെയാണ് നമ്മൾ പാറ്റന്റ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ സാധനങ്ങളും ഏതൊരു സാധനവും റിസോഴ്സ് ആയി മാറുന്നത് അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ. ഇനി അതിൽ നമുക്ക് വേണ്ടത് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ് വേണ്ടത്. ടൈപ്സ് ഓഫ് റിസോഴ്സസ് കണ്ടോ? ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്തെടുത്ത് പോകാം. ടൈപ്സ് ഓഫ് റിസോഴ്സസ് നമ്മൾ പഠിച്ചതാ. എന്തൊക്കെയാ അത്? ടൈപ്സ് ഓഫ് റിസോഴ്സസ് നമ്മൾ കേട്ടിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് അല്ലെ? നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്. ക്ലിയർ? ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. Clear? Types of resources or resources can be classified into 3 categories. Resource-നെ നമ്മൾ 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. What are the 3 categories of resources? First one,
natural resource. Second one, human-made resources. Then third one, human resources. മനസ്സിലായോ? അതായത് റിസോഴ്സിനെ നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു സാധനം അതിന് വാല്യൂ ഉണ്ടാകുമ്പോൾ അത് റിസോഴ്സ് ആയി മാറും. അങ്ങനെ റിസോഴ്സിനെ നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി നാച്ചുറൽ റിസോഴ്സസ് എന്നും, സെക്കൻഡ് വൺ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്നും, തേർഡ് വൺ ഹ്യൂമൻ റിസോഴ്സസ് എന്നും. ക്ലിയർ? ഇനി വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്? വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്? എന്താ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് നോക്കാം. All of you please listen. Natural resources. Resources that are drawn from nature and used without much modification are called natural resources. The air we breathe, the water in our rivers and lakes, the soils, minerals are all natural resources. Many of these resources are free gifts of nature and can be used electricity. In some cases, tools, technology may be needed to be a natural resources in the best possible way. ചില സാധനങ്ങൾ നമുക്കറിയാം എന്താ നാച്ചുറൽ പ്രകൃതിയിൽ ഉള്ളതാണ് അല്ലെ? വെള്ളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഏപ്രിൽ മെയ് മാസമൊക്കെ വന്ന് വളരെ എന്താ പറയാ പിന്നെ വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അത് പ്രകൃതിയിൽ ഉള്ളതാണ് അല്ലെ? വാട്ടർ, then പിന്നെ നമ്മൾ ശ്വസിക്കുന്ന എയർ, വി ബ്രീത്ത് എയർ, എയർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ്. നിങ്ങൾക്ക് എയർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എയർ, വാട്ടർ, അങ്ങനെ റിവേഴ്സ്, ലേക്സ്, ദീസ് ആർ നാച്ചുറൽ റിസോഴ്സസ്. ഇതൊക്കെ പ്രകൃതിയിൽ ഉള്ളതാണ്. വി കനോട്ട് മേക്ക് ഇറ്റ്. നമുക്ക് ഒരിക്കലും അത് നിർമ്മിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട്, മനുഷ്യന്മാരെ കൊണ്ട് ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല എന്ത് നാച്ചുറൽ റിസോഴ്സസ്. അത് ഓൾറെഡി പ്രകൃതിയിലുള്ളതാണ്, ക്രിയേറ്റഡ് ബൈ നേച്ചർ. ക്ലിയർ? Natural resources are created by nature. പ്രകൃതി ഉണ്ടാക്കുന്നതാണ് natural resources. Clear? Any natural resources can be classified into two resources. Clear? Natural resources നെ തന്നെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു natural resources are drawn from nature or created by nature without a modification. Then lakes, rivers, air, water, these are natural resources. Then natural resources again divided into two types. Natural resources ne രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? Renewable resources and non-renewable resources. Got it? Natural resources can be divided into two categories. First category is renewable resources. Second category is non-renewable resource. എന്താ? What is renewable resource? What is non-renewable resource? എന്താ renewable non-renewable തമ്മിലുള്ള വ്യത്യാസം? എന്താ മക്കളെ? നമ്മൾ പറഞ്ഞ നാച്ചുറൽ റിസോഴ്സസ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, റിന്യൂവബിൾ എന്നും നോൺ റിന്യൂവബിൾ. എന്താ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല്? എന്താ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല്? റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് തീർന്നു പോയാൽ നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു പോയതാ, നമുക്ക് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എന്ന് പറയാം. മനസ്സിലായോ? റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് റീപ്ലെനിഷ്ഡ് ക്വിക്ലി. ബട്ട് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എപ്പോഴും, നമുക്ക് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടെ പറയാം. ഇപ്പൊ നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്: റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഫസ്റ്റ് വൺ റിന്യൂവബിൾ റിസോഴ്സസ്. Renewable resources are those which get renewed or replenished quickly. Some of these are unlimited and are not affected by human activity, such as solar and wind energy. Yet, careless use of certain renewable resources like water, soil, and forest can affect the stock. Water seems to be an unlimited renewable resource, but shortage and drying up of natural water sources is a major problem in many parts of the world today. For renewable resources, renewable resources are those which get renewed
or replenished quickly. അതായത് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം അല്ലേ? എന്താ ദിയ? Dia is laughing there. What happened? അപ്പൊ renewable resources get renewed or replenished quickly. മനസ്സിലായോ? ഇനി നോൺ റിന്യൂവബിൾ എന്താന്ന് നോക്കാം. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ those which have a limited stock. അത് ലിമിറ്റഡ് ആയിരിക്കും, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. Once the stocks are exhausted, it may take thousands of years to be renewed or replenished. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് അത് ഇല്ലാതായാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് എങ്ങനെയായാലും ഉണ്ടാക്കാൻ പറ്റും അല്ലെ? പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷെ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. അത് തീർന്നു പോയി കഴിഞ്ഞാൽ once the stocks are exhausted, it may take thousands of years to be renewed. ഇപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് തീർന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടായി വരണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കാം. മനസ്സിലായോ? ഇതാണ് റിന്യൂവബിളും നോൺ റിന്യൂവബിളും തമ്മിലുള്ള വ്യത്യാസം. കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ സം എക്സാമ്പിൾസ്. ഇപ്പൊ നോൺ റിന്യൂവബിളിന് എക്സാമ്പിൾ ആണ് എന്തൊക്കെ? കോള്, കൽക്കരി, പിന്നെ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം. ഇതൊന്നും നമുക്ക് തീർന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? പെട്രോളിയം ഒക്കെ കുഴിച്ചെടുക്കുന്ന നമുക്കറിയാം, പെട്രോളിയം ഒക്കെ കുഴിച്ചെടുക്കുന്നതാണ്. അതുപോലെ നാച്ചുറൽ ഗ്യാസ്, അതുപോലെ നമ്മുടെ കോള്, ഇതൊന്നും തീർന്നു പോയി കഴിഞ്ഞാല് പെട്ടെന്ന് പിന്നെ അത് എക്സ്പോസ്റ്റ് ആയി കഴിഞ്ഞാല് ഒരായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടേ നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊക്കെ എന്താണ്? റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. മനസ്സിലായില്ലേ? അത്രയൊന്ന് വായിച്ചു നോക്കിയ മക്കളെ. പിന്നെ അടുത്തത് വാട്ട് ഈസ് റിസോഴ്സസ്, ടൈപ്സ് ഓഫ് റിസോഴ്സസ്. ടൈപ്സ് ഓഫ് റിസോഴ്സസ്: നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്. Natural resources can be divided into two: renewable resources and non-renewable resources. ഇത്രയും മനസ്സിലായോ നോക്കിയാട്ടെ പെട്ടെന്ന്. വായിച്ചോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സസ് മനസ്സിലായെങ്കിൽ അടുത്തെടുക്കാം ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇജാസെ, ആർ യു ഓക്കെ? എനി ഡൗട്ട്? Can you follow me? ഇജാസ്. So next category, അതായത് next type of resources is human made resources. Human made എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ഹ്യൂമൻ മെയ്ഡ് ആണ്, അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ? മനുഷ്യൻ ഉണ്ടാക്കുന്ന റിസോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയാം. നോക്കാം. Sometimes natural substances become resources only when the original form has been changed. Iron ore was not a resource until people learned to extract iron from it. People use natural resources to make buildings, bridges, roads, machinery and vehicles, which are known as human-made resources. Technology is also a human-made resource. അതായത് മനുഷ്യനിർമ്മിതമായ സാധനങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയാം അല്ലെ? റോഡ്സ്, ബിൽഡിങ്സ്, വെഹിക്കിൾസ് അല്ലെ? ചെയർ, ദെൻ ബെഞ്ച്, ഡെസ്ക് അല്ലെ? കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, TV. These are human made resources. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ? അപ്പൊ മനുഷ്യ നിർമ്മിതമായ റിസോഴ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് എന്ന് പറയാം. Natural substances become resources only when their original form has been changed. Clear? Iron,
അയൺ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പല രൂപത്തിൽ നമുക്ക് ആക്കാൻ പറ്റും. അല്ലേ അല്ലേ നൈഫ്സ് ആക്കാം, അയൺ കൊണ്ട് നൈഫ്സ്, പിന്നെ ആക്സ് അല്ലേ, ഷെൽഫ്. അപ്പൊ അയൺ കൊണ്ട് നമുക്ക് പല രൂപത്തില് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ മനുഷ്യനിർമ്മിതമായ സാധനങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയാം. അതാണ് ബിൽഡിങ്സ്, വെഹിക്കിൾസ്, റോഡ്സ് എക്സെട്ര. ഇവിടെ പറയണേ ടെക്നോളജി ഈസ് ഓൾസോ എ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ്. ടെക്നോളജി, ന്യൂ ടെക്നോളജീസ് വരുന്നില്ലേ. അപ്പൊ ടെക്നോളജിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് are made by human beings. Example, roads, machinery, then buildings, different things such as human made resources. Clear? മനസ്സിലായോ? So people like us use natural resources to make human made resources. That Mona nodding in understanding. Yes, that Raji. ഇനി അടുത്തൊന്ന് പറയുന്നുണ്ട്, എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല്, എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല്, എന്താ ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്? എന്ത് വ്യത്യാസം ഉള്ളത്? എന്താ വ്യത്യാസം? എന്താ മക്കളെ? ഇവിടെ സൈഡിൽ കണ്ടോ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്, അത് വായിച്ചു നോക്കിയാട്ടെ, ഇത് എന്നാ മനസ്സിലാവും പെട്ടെന്ന്. ശ്രദ്ധിക്കാം. Human resources. People can make the best use of nature to create more resources when they have the knowledge, skill, and the technology to do so. That is why human beings are a special resource. People are human resources. Education and health help in making people a valuable resource, improving the quantity of people's skills so that they are able to create more resources is known as human resource development. അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിതമാണ്. പക്ഷെ ഹ്യൂമൻ ബീയിങ്സ് ഏതിൽ വരും? ഹ്യൂമൻ റിസോഴ്സസിൽ വരും. മനസ്സിലായോ? മനസ്സിലായോ? People can make the best use of nature to create more resources when they have the knowledge. അത് നമ്മുടെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇൻഡിവിജ്വൽ, ഫാമിലി, ഇതൊക്കെ ഏതിലാ വരിക? ഹ്യൂമൻ റിസോഴ്സിലാണ് വരിക. മനസ്സിലായില്ലേ? ഇപ്പൊ നാച്ചുറൽ റിസോഴ്സസിൽ ഏതൊക്കെ വരും? റിവേഴ്സ്, ലേക്സ്, ദെൻ വാട്ടർ, എയർ എക്സെട്ര. ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് ബിൽഡിങ്സ്, റോഡ്സ്, മെഷീനറി, വെഹിക്കിൾസ് എക്സെട്ര. ഹ്യൂമൻ റിസോഴ്സസിലെ ഫാമിലി, ഇൻഡിവിജ്വൽ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി എക്സെട്ര. മനസ്സിലായില്ലേ? മനസ്സിലായോ മക്കളെ? മനസ്സിലായെങ്കിൽ മാത്രം തമ്പ് കാണിക്കുക, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. ശ്രീദേവിന് മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്തോ മോനെ. ശ്രീദേവി എന്താടാ അൺമ്യൂട്ട് ചെയ്തോ? ഏതാ പറയണ്ടേ? ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല് പീപ്പിൾ ക്യാൻ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് നേച്ചർ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് വെൻ ദേ ഹാവ് ദ നോളജ്. നമ്മള് അറിവ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാക്കുന്നു, അല്ലെ? ഇപ്പൊ റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഫാമിലി, ഇൻഡിവിജ്വൽ, ഇതൊക്കെ വരുന്നത് ഹ്യൂമനിലാണ്, മനുഷ്യ നിർമ്മിതമല്ല. ഹ്യൂമൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിതമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്ക്, പീപ്പിൾ ആർ ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യന്മാരെന്താ? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആൻഡ് ഹെൽത്ത് ഹെൽപ്പ് ഇൻ മേക്കിംഗ് പീപ്പിൾ വാല്യുബിൾ റിസോഴ്സസ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യവും എന്തുണ്ടാക്കുന്നു? പുതിയ പുതിയ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വൽ, ഫാമിലി, ദീസ് ആർ ഇൻക്ലൂഡിംഗ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി
നിങ്ങൾക്കുള്ള ഹോംവർക്ക് വാട്ട് ഈസ് resources? What are the types of resources? And write the examples of each type of resources. You can do your homework today itself without fail. After your writing, you can send it to me through my personal number. Here, as shown. Wait. അതായത് നാച്ചുറൽ റിസോഴ്സസിലെ നാച്ചുറൽ റിസോഴ്സസ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്. വാട്ട് ഈസ് റിസോഴ്സസ് എന്ന് പഠിച്ചില്ലേ? ടൈപ്സ് ഓഫ് റിസോഴ്സസ് നമ്മൾ പഠിച്ചു. നാച്ചുറൽ റിസോഴ്സസ്, ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്. പിന്നെ നാച്ചുറൽ റിസോഴ്സിനെ വീണ്ടും അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡിവിഷൻ റിസോഴ്സസിന്റെ കാറ്റഗറീസും അതിന് എക്സാമ്പിളും എഴുതുക. അതായത് ടൈപ്സ് ഓഫ് റിസോഴ്സ് എഴുതുക. Resources can be divided into two: natural, human made, human. Then natural resources again divided into renewable and non-renewable. Adinu example. And Maria? Miss note ilana ezhundrathu. Class work il cheyda madi makkale. Okay. Mone Ijaz parno. Miss example എഴുതുമ്പോൾ എത്ര എഴുതണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എഴുതാം. എത്രമാത്രം കിട്ടുമോ അത്ര എഴുതാം കേട്ടോ. മാക്സിമം എഴുതാം. Try to write maximum. Okay. Okay, Miss, thank you. Okay. I think you have no doubt. You are okay. If you have any doubt, you can ask me now or after something. Any doubt, anybody? No. But you can do your homework today itself without a fail. After your writing, you can send me through my personal number. Okay. Okay, bye bye. See you in the next class. Bye bye.